ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം രാത്രിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹീത ദൈവമക്കളും, വിശേഷാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽ അനുഗ്രഹീത ശുശ്രൂഷ ചെയ്ത് രാത്രിയിലെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന കർത്താവ് പാസ്റ്റർ പ്രിൻസ് ആൻഡ് ബേബി, ജോബിൻ പാസ്റ്റർ, ജോബിൻ ജോസഫ് പാസ്റ്റർ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിനങ്ങളിൽ ഈ 3 ദിനമായി നമ്മൾ ഉപവാസത്തിലായിരുന്നു. നാളെ ഉച്ചയോടെ ഉപവാസം തീരും. അതിൽ പൂർണ്ണമായി ഉപവസിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭാഗ്യമായി ഉപവസിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസരങ്ങളെ പാഴാക്കാതെ കടന്നു വന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മഴയൊക്കെ നമ്മൾ എല്ലാറ്റിനും ഒരു എന്താണ് പ്രതിവിധി, അല്ലെങ്കിൽ അവർ കാര്യം പറയുന്നത് മഴയായിരുന്നു, വെയിലായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ നമ്മുടെ മറ്റെല്ലാ കാര്യത്തിനും നമുക്ക് മഴയൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ വെയിലും ഒരു പ്രശ്നമല്ല. ഏതെല്ലാം നമ്മുടെ കാര്യത്തിന് വേണമെങ്കിലും നമ്മൾ അതിനൊക്കെ പോകും. എന്നാൽ നമ്മൾ ആത്മീയ കാര്യം ആണെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും 30-ഓളം പേര്, ഇന്ന് പകല് വാസ്തവത്തിൽ നല്ലൊരു കൂട്ടം ജനം ഉണ്ടായിരുന്നു. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. രാത്രിയിലും ഇത്രത്തോളം പേര് കടന്നു വന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവനോട് സംസാരിക്കണം. കടന്നു വന്നു, ഒരു മെസ്സേജ് കേട്ടു പോയി എന്നുള്ളതല്ല. നമ്മുടെ ആത്മാവ് ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ട്, ശാന്തമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആത്മാവിൽ ആരാധിച്ചാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിലും ദൈവമായിട്ട് ഇടപെട്ട ബന്ധത്തിൽ നമ്മളായിരുന്ന ഈ ഉപവാസത്തിൽ ചില വിടുതലുകൾ നമ്മൾ കാണുവാനിടയാകണം. ചില മറുപടികൾ ദൈവം നമുക്ക് തരും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിശ്ചയമായിട്ടും അത് സൗഖ്യമായിരിക്കാം, സമാധാനമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, ആത്മീകമായിരിക്കാം. പ്രൈസ് ഗോഡ്. ആത്മീയമായ ഉണർവായിരിക്കാം, പ്രാർത്ഥനാ ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഒന്നുകൂടെയുള്ള അടുപ്പമായിരിക്കാം. എന്താണേലും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന ദിനങ്ങളാക്കി ഈ ദിനങ്ങളെ പിന്നെയും ദൈവം നമ്മെ തീർക്കട്ടെ. തുടർന്നുള്ള സമയത്ത് ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ, നമുക്കറിയാം, ഞാൻ പകലും പരിചയപ്പെടുത്തുവാനിടയായി, നമ്മുടെ ജോബിൻ പാസ്റ്ററുടെ അളിയനാണ്. പ്രൈസ് ദി ലോർഡ്. ജോബിൻ പാസ്റ്റർ അവർ ട്വിൻസാണ്. അതായത് ഒരു സഹോദരി കൂടെ ഉണ്ട്, ഇരട്ട ഉണ്ട്, ഒരു സഹോദരി കൂടെ. ആ ട്വിൻസ്, ആ ട്വിന്നിൻ്റെ സോന എന്നാണ് പേര്. ഇപ്പം വിദേശത്താണ്. ഹല്ലേലൂയ, സ്തോത്രം. ഭർത്താവാണ്. അനുഗ്രഹീത ശുശ്രൂഷ ചെയ്ത് ഈ നാളുകൾ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പുനലൂരുള്ള സഭയിൽ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ തന്നെ കർത്താവ് കൊടുത്ത ശുശ്രൂഷ വിവിധയിടങ്ങളിൽ അനുഗ്രഹമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ തുടർന്ന് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പമായിരിക്കാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. പകലത്തെ ശുശ്രൂഷകൾക്ക് ശേഷം, വിശ്രമത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ദൈവം നമ്മളെയൊക്കെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ നേതൃത്വം വഹിക്കുന്ന പ്രിയ കർത്തൃദാസന്മാർ, പ്രിയ ടീം കോശി പാസ്റ്റർ, അതുപോലെ എൻ്റെ അളിയൻ പ്രിയ ജോബിൻ പാസ്റ്റർ, ഇവരൊക്കെ ചേർന്നായിരിക്കാൻ ദൈവൻ്റെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, ഇവിടെയുള്ള സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കളൊക്കെ ചേർന്ന് ആയിരിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ഇതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതയാത്രയിൽ നല്ലൊരു അവസരമായിട്ട് ഞാൻ കാണുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു അവസരം ഒരുക്കി തന്ന ദൈവസഭയോടും ദൈവദാസന്മാരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പ്രിയ കർത്തൃദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ കാലാവസ്ഥ, നമ്മൾ ഏത് വെയിലാണെങ്കിലും മഴയാണെങ്കിലും നമ്മൾ രണ്ടിനെയും കുറ്റം പറയുന്നവരാണ്. പക്ഷേ ഇന്ന് രാത്രിയിൽ കൂടി വന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വരുമ്പോഴും മഴയെന്ന് നോക്കാതെ, വെയിലെന്ന് നോക്കാതെ കർത്താവ് ഒരു ദിവസം വരും. ഹല്ലേലൂയ. അന്ന് നമ്മൾ മഴയാണ് വെയിലാണെന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ, അങ്ങോട്ട് പോകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചു, പല കാര്യങ്ങൾ ആലോചിച്ചും, പലരുടെ കാര്യങ്ങൾ ആലോചിച്ചും ഒക്കെ അവരെ കുറ്റം പറഞ്ഞു ഇവരെ കുറ്റം പറഞ്ഞൊക്കെ ജീവിച്ച നമ്മുടെ ജീവിതം കുറ്റമായി മാറത്തേ ഉള്ളൂ. പക്ഷേ കർത്താവിനെ കണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതം അസാധാരണമായി മാറും. ഹല്ലേലൂയ. കർത്താവ് ആ നിലകളിൽ നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. രാവിലെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ കാണും. പക്ഷേ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവിനോട് വ്യത്യസ്തമായൊരു ദൈവിക ചിന്തകൾ കൈമാറണമെന്നുള്ള ദൈവിക വാക്കുകൾക്ക് മുമ്പ് ഞാൻ കീഴടങ്ങിക്കൊണ്ട് ചില ചിന്തകളിലേക്ക് 2 വാക്യങ്ങൾ അതിനാധാരമായിട്ട് വായിച്ചെൻ്റെ ചിന്തകളെ കൈമാറാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നു.
രാവിലെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങൾ പരിശുദ്ധാത്മാവെന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ഒരു വാക്യം മാത്രമാണ് നിങ്ങളോട് പറയാൻ കർത്താവ് രാവിലെ ഓർമ്മിപ്പിക്കുകയും ആ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് വൈകിട്ട് തുടർമാനമായിട്ടുള്ള ചിന്തകളായിരിക്കുമെന്ന് പറഞ്ഞെങ്കിലും കർത്താവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് 2 പദങ്ങൾ സംസാരിച്ചു. അതിന് രാത്രിയിൽ കൂടി വന്ന ദൈവജനത്തിന് ആശ്വാസവും ദൈവസഭയ്ക്ക് വിടുതലുമായി മാറട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ ചിന്തകളിലേക്ക് നമ്മുടെ ചിന്തകളെ തിരിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. പ്രാരംഭമായിട്ട് രാവിലെ കർത്തൃദാസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കൊടുങ്ങാനൂർ വരുമ്പോൾ കൊടുങ്ങാനൂർ മുതലാണ് പ്രിയ കർത്തൃദാസിനെ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തത്. പ്രത്യേകം ഞങ്ങളായിരിക്കുന്ന ദേശത്ത് കുറ്റിമുക്കെന്ന് പറയുന്ന സ്ഥലത്താണ് പ്രിയ കർത്തൃദാസിൻ്റെ സഹോദരങ്ങളും പ്രിയ കർത്തൃദാസിൻ്റെ ഭവനമൊക്കെ. അവിടെയുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന് അല്ലെങ്കിൽ അതിന് നല്ല കൈത്താങ്ങലായിരിക്കുന്ന പ്രിയ ജോസാനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന പ്രിയ കർത്തൃദാസിൻ്റെ സഹോദരനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിയ കർത്തൃദാസൻ്റെ മുഖാന്തരമുള്ള ബന്ധത്തിൽ പരിചയപ്പെടുവാനും ഒക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട്. എല്ലാറ്റിനുമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ധാരാളമായിട്ട് ബന്ധങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വായിക്കാൻ ചിന്തകൾക്ക് ആധാരമായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അവരിൽ ഒരുത്തൻ ദയ ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാമെന്ന് അവൻ പറഞ്ഞു. പോരാമെന്ന് അവൻ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും അതരങ്ങളെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഈ ആലയത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവസാന്നിധ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ എല്ലാ ദൈവമക്കളും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല നിമിഷത്തിനായിട്ട് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. കർത്താവേ, രാത്രി ഞങ്ങളുടെ വചനത്തിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങ് ഞങ്ങളോട് കൃത്യമായി സംസാരിക്കണമേ. ദൈവഹിതമില്ലാത്തൊരു വാക്കുപോലും അടിയൻ്റെ അതരത്തിനകത്തുനിന്ന് പുറത്തു വരാൻ ദൈവം അനുവദിക്കരുത്. കർത്താവേ, ദൈവഹിതമുള്ളതൊന്നും ഇന്ന് രാത്രി മറിഞ്ഞിരിക്കാതെ അതതിൻ്റെ പ്രവൃത്തിയെ തികക്കേണ്ടതിന് വെളിപ്പെടേണ്ടതിനായിട്ട് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിയന്ത്രണമെല്ലാം ഞങ്ങൾ പരിശുദ്ധാത്മാവിന് വിധേയമാക്കുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആകുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും. മഹത്വം അങ്ങയ്ക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് സുപരിചിതമായ 2 വേദഭാഗങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചിട്ടുള്ളത്. ഒത്തിരി സന്ദേശങ്ങളും ഒത്തിരി ചിന്തകളൊക്കെ ഒരുപക്ഷെ നമ്മൾ ഈ ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ടാകാം. എങ്കിലും കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില ചിന്തകൾ വേഗത്തിൽ കൈമാറി എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടാൻ കർത്താവ് ശരണപ്പെടുന്നു. നിങ്ങളെക്കാൾ ധൃതിയിലാണ് ഞാനും നിൽക്കുന്നത്. എനിക്ക് ഇവിടുന്ന് യാത്ര ചെയ്ത് ഇന്ന് രാത്രി പോകാൻ കഴിയില്ല. രാവിലെ ഇവിടുന്ന് യാത്ര ചെയ്ത് സഭയിൽ ചെന്ന് ആരാധന നടത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാനും തത്രപ്പാടിലും ധൃതിയിലുമാണ്. കർത്താവ് നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. 2 വേദഭാഗങ്ങൾ, ഒത്തിരി ചിന്തകളും ഒത്തിരി സന്ദേശങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് കേട്ടിട്ടുള്ളതും ഒത്തിരി അറിവുകളുള്ളതുമായ വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ വായിപ്പാനിടയായത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യവും യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വാക്യവുമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചിട്ടുള്ളത്. ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഞാൻ ചരിത്ര ഭാഗത്തേക്കോ അതിൻ്റെ പശ്ചാത്തലങ്ങളിലേക്കോ ഒന്നും പോകാതെ ആ വേദവാക്യത്തിനകത്ത് നിന്നുകൊണ്ട് ചില ഭാഗങ്ങൾ വേഗത്തിൽ പറയാൻ കർത്താവ് ശരണപ്പെടുകയാണ്. 2 ചിന്തകൾ രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്തും യോഹന്നാന്റെ സുവിശേഷത്തിനകത്തും വായിച്ച 2 വാക്യങ്ങൾ തമ്മിലൊരു ബന്ധമുള്ള വാക്യമാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിച്ച പദം ഇങ്ങനെയാണ്: അവരിൽ ഒരുവൻ ദയവ് ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാമെന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. 2ാമത് നമ്മൾ വായിച്ച ചിന്ത ഇതാണ്: യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. 2 ചിന്തകളാണ് വായിപ്പാനിടയായിത്തീർന്നത്. ഞാൻ രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് നിന്ന് പ്രാരംഭത്തിൽ ചില ഭാഗങ്ങൾ പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്ന എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടും. ഈ ഭാഗം ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, 1 പ്രവാചക ശിഷ്യന്മാരെ കുറിച്ചാണ്, 2 അല്ലെങ്കിൽ പ്രവാചകനെ കുറിച്ചാണ് അവിടെ പറഞ്ഞു. യോശുവ എന്ന പ്രവാചകനെ കുറിച്ചാണ് അവിടെ, എലീശ എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ചാണ് അവിടെ പറയുവാനിടയായിത്തീർന്നത്. എലീശ
പ്രവാചകനും പ്രവാചകൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരും. ഞാൻ ഈ പ്രവാചകനെ യേശു കർത്താവിൻ്റെ സ്ഥാനത്തേക്കും ശിഷ്യന്മാരെ നമ്മൾ ഓരോരുത്തരുമാക്കിയാണ് ഇന്ന് രാത്രി ആ വാക്യത്തെ സംസാരിപ്പാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നത്. എലീശ എന്ന് പറയുന്ന പ്രവാചകനെ യേശു കർത്താവിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ശിഷ്യന്മാരിൻ ഭാഗത്തേക്ക് നമ്മളെയും കൊണ്ടുവന്നാണ് ഈ വാക്യത്തെ സംസാരിക്കാൻ ഞാൻ കർത്താവ് ശരണപ്പെടുന്നത്. നിങ്ങളുടെ ചിന്തകൾക്ക് അത് മനസ്സിനകത്തേക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാനതിനെ ആ ചിന്തകളിലേക്ക് കൊണ്ടുവന്ന് സംസാരിക്കുന്നത്. ശാന്തമായി നിന്നുകൊണ്ട് ചില ഭാഗങ്ങളാണ് അതിനകത്ത് സംസാരിക്കാൻ കർത്താവ് ശരണപ്പെടുന്നത്. പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വരികയാണ്. പ്രവാചക ശിഷ്യന്മാർ, നിങ്ങൾ ചിന്തയിൽ നിന്ന് പോകരുത്. പ്രവാചകൻ്റെ സ്ഥാനത്ത് യേശു കർത്താവിനെയും അല്ലെങ്കിൽ ഈ പ്രവാചക ശിഷ്യന്മാരുടെ സ്ഥാനത്ത് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുവന്നാണ് ഞാൻ ഭാഗത്തെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് ആ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനകത്ത് കിട്ടണമെന്നുള്ള ആശയം എൻ്റെ ഹൃദയത്തിനകത്തുള്ളത് കൊണ്ടാണ് ഞാൻ ആ ചിന്തകൾ അങ്ങനെ നിർത്തി സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നു, പ്രവാചകന്റെ അടുക്കലേക്ക് പ്രവാചക ശിഷ്യന്മാർ വരികയാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. പ്രവാചക ശിഷ്യന്മാർ എലീശയോട് പറയുന്നു, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമാണ്. ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമാണ്. ഞങ്ങൾ യോർദാനോളം ചെന്ന് ഓരോ മരം കൊണ്ടുവരട്ടെ എന്ന് പ്രവാചക ശിഷ്യന്മാർ പ്രവാചകനോട് ചോദിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പ്രവാചകന്റെ അടുക്കിലേക്ക് വന്ന് പ്രവാചക ശിഷ്യന്മാരുടെ അവരുടെ ജീവിതത്തിനകത്ത് ഇടുക്കവും ഞെരുക്കവും പ്രവാചകനോട് അവതരിപ്പിക്കുകയാണ്. അവർ പറയുന്ന പദം ഇങ്ങനെയാണ്, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം തീരെ ഇടുക്കമാണെന്ന് നീ കാണുന്നല്ലോ. എങ്കിൽ ഇന്ന് രാത്രി പ്രാരംഭത്തിൽ ഒരു ദൈവശബ്ദം ഞാൻ നിങ്ങളോട് കൈമാറാം, ഒരു പ്രവചന ശബ്ദം ഞാൻ നിങ്ങളോട് കൈമാറാം. നമ്മളായിരിക്കുന്ന ഏത് സിറ്റുവേഷനെയും കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, നമ്മൾ ദൈവത്തോട് പറയുന്ന വിഷയങ്ങൾ, നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് ആവലാതിയോടെ പറയുന്ന വിഷയങ്ങളെയെല്ലാം കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഏത് സാഹചര്യങ്ങളെയും നന്നായി അറിയുന്ന ഒരു ദൈവസന്നിധിയിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. എങ്കിലും രാത്രി വിശ്വസിച്ചോ, നമ്മൾ ആവലോടെ സങ്കടത്തോടെ ഭാരത്തോടെ ദൈവസന്നിധി വന്നു പറയുന്ന വിഷയങ്ങളെ മുൻകൂട്ടി കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പ്രവാചക ശിഷ്യന്മാർ എലീശയോട് പറയുകയാണ്, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമാണ്. അത് ഞങ്ങൾക്കിപ്പോൾ ഇടുക്കമാണ്. ഇവിടെ ഞങ്ങൾക്ക് പാർക്കാൻ കഴിയുന്ന സാഹചര്യമല്ല, ഞങ്ങൾക്കിപ്പോൾ ഇടുക്കമാണ്. ഈ സാഹചര്യത്തിനകത്തുനിന്ന് ഒരു അഭിവൃദ്ധി ഞങ്ങൾക്ക് വേണം, ഒരു വിശാലത ഞങ്ങൾക്ക് വേണം. ഇന്ന് രാത്രി മനസ്സിലാക്കുക, നമ്മൾ ഏത് സിറ്റുവേഷനിലായിരുന്നാലും ഏത് സാഹചര്യത്തിനകത്തായിരുന്നാലും നമ്മളാരും തൃപ്തരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ അനുഭവം. ഹല്ലേലൂയ. നമ്മൾക്ക് 2 മുറിയുള്ള വീടുണ്ടെങ്കിൽ ഒന്നുകൂടെ വിശാലത ആഗ്രഹിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ച് ഇന്ന് വരെ തൃപ്തിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ആരെയും നമുക്ക് കാണാൻ കഴിയില്ല. ഒന്നിലല്ലെങ്കിൽ ഒന്നിൽ മനുഷ്യൻ അതൃപ്തരാണ്, തൃപ്തരല്ലാത്തവരാണ്. എങ്കിൽ ഇന്ന് രാത്രി കേട്ടോ, ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്ന ദൈവമക്കളെ, നമ്മൾ ഒന്നിൽ തൃപ്തരായി മാറണമെങ്കിൽ നാം സേവിക്കുന്ന ദൈവത്തിൽ തൃപ്തരായി മാറണം. പ്രവാചക ശിഷ്യന്മാർ എലീശയോട് വന്ന് പറയുക, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമാണ്, അത് നീ കാണുന്നല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് ഓരോ മരം കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ, 2ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവരട്ടെ എന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, പ്രവാചകന്റെ അടുക്കലേക്ക് ശിഷ്യന്മാർ ചെന്ന് പറയുന്ന ഭാഗം ഇങ്ങനെയാണ്. അവർ പറയുന്ന പദം ഇതാണ്, ഞങ്ങൾ യോർദാനോളം ചെന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവരട്ടെ. നിങ്ങൾ മനസ്സിലാക്കിയോ ആ പദം? ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവരട്ടെ. നമ്മൾക്ക് വിശാലത വേണമെങ്കിൽ നമ്മൾ ദൈവസന്നിധി വരണം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിങ്കൽ വരണം. മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്ക് സൗഖ്യം വ്യാപരിക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് സൗഖ്യം വ്യാപരിക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധി വന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. നമുക്കൊരു വഴി തുറക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന
വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? പലരും പ്രാർത്ഥന ഹല്ലേലൂയ മറ്റുള്ളവരിലേക്ക് കേൾപ്പിക്കുകയാണ്, മറ്റുള്ളവരിലേക്ക് പരമേൽപ്പിച്ചിട്ട് പലപ്പോഴും നമ്മൾ ഉറക്കത്തിലാണ്. ഇന്ന് രാത്രി കേട്ടോ, പ്രാർത്ഥനാ മുറിയിൽ ഉറക്കത്തെ കിടത്തി ഉറക്കത്തെ കളഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാവേ പിതാവേ, ഇന്ന് രാത്രി കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി ദൈവം അവന്റെ ശക്തിയോടെ ഇറങ്ങി വന്ന് ചിലത് ചെയ്യാൻ പോവുകയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അവർ പറയുകയാണ് ഞങ്ങൾ ഓരോരുത്തൻ. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട വിഷയം, അവർക്ക് ആർക്കും അസൂയയില്ല, അവർക്ക് ആർക്കും അസൂയയില്ല. കാരണം ഓരോരുത്തൻ പോണമല്ലോ മരം മുറിക്കാൻ. നമ്മുടെയൊക്കെ വിഷയം, നമ്മളും പലപ്പോഴും ഞാനും കർത്താവെ അവരെ അനുഗ്രഹിച്ചു, എന്നെ എന്താ അനുഗ്രഹിക്കാത്ത? അവരെ മാനിച്ചു, എന്നെ എന്താ മാനിക്കാത്ത? പക്ഷെ എനിക്ക് തിരിച്ചറിവുണ്ടായപ്പോഴാണ് കർത്താവ് എൻ്റെ അവസ്ഥകൾ കൂടെ മാറ്റം വരുത്തിയത്. മനസ്സിലായോ? നമ്മളുള്ളതിൽ സംതൃപ്തരായി ജീവിച്ചാൽ, നമ്മളെല്ലാം രാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അടുക്കും ചിട്ടയും പരുവത്തിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കും. ഇതൊന്നും ദൈവത്തിന് അറിയാത്ത കൊണ്ട്, ദൈവത്തിന് എല്ലാ കാര്യങ്ങളും നന്നായിട്ടറിയാം. നമ്മൾ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എന്നോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് അവസാനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതല്ലാതെ കുറച്ച് സമയം പ്രാർത്ഥനയെ ജാഗരിച്ചു, കർത്താവ് എന്നോട് നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ദൈവസന്നിധി ചോദിച്ചാൽ നമ്മളോട് ദൈവം നിശ്ചയമായിട്ട് സംസാരിക്കും. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശാന്തമായിട്ട് ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് കിട്ടേണ്ടതിനാണ് ഞാൻ ആ ഭാഗം ശാന്തമായി പറഞ്ഞു പോകുന്നത്. പ്രവാചക ശിഷ്യന്മാർ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്ന് പറയുന്നു, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമാണ്, ഞങ്ങൾ ചെന്ന് അല്ലെങ്കിൽ ഓരോരുത്തരും ചെന്ന് യോർദാനിൽ ചെന്ന് ഓരോ മരം കൊണ്ടുവരട്ടെ എന്ന് ആരോട് ചോദിക്കുന്നു? പ്രവാചകനോട് ചോദിക്കുന്നു. പ്രവാചകനോട് ചോദിച്ച മാത്രയിൽ, അല്ലെങ്കിൽ പ്രവാചകൻ പറയുന്നു നിങ്ങൾ പോയിട്ട് വരാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊയ്ക്കൊള്ളാൻ അനുവാദം കൊടുക്കുന്നു. പ്രവാചകൻ പോകാൻ അനുവാദം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിലേക്ക് ശിഷ്യന്മാരെ കൊണ്ടുവന്നും ഈ പ്രവാചകന്റെ അടുക്കലേക്ക് യേശു കർത്താവിനെ കൊണ്ടുവന്നുമാണ് ഞാൻ സംസാരിക്കുന്നത്. എങ്കിൽ ഇന്ന് പകൽ, ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട വിഷയം, ഇന്ന് വരെ നമ്മളൊരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് കർത്താവേ ഞാൻ പോകുന്നത് അങ്ങയുടെ ഹിതമാണോ എന്ന് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ നമ്മളാരും? ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതയാത്ര, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയ നാൾ മുതൽ ഞാൻ എവിടെ പോകണമെങ്കിലും ദൈവത്തിൽ നിന്ന് അനുവാദം വാങ്ങാതെ ഞാൻ പോകാറില്ല. കാരണം എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ദൈവമായതുകൊണ്ട് എൻ്റെ ശുശ്രൂഷകളുടെ, എൻ്റെ ജീവിതയാത്രയുടെ ഏത് മേഖലകളിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ പിന്നെ ഞാൻ പറയും, ദൈവം അനുവാദം തന്നു പോയി നിന്നത് കൊണ്ടെല്ലാം ദൈവം ആ കാര്യങ്ങളുടെ നിയന്ത്രണത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു ദൈവിക അനുവാദമില്ലാതെ പോയ പലയിടങ്ങളിലും ഞാൻ കുടുക്കിനകത്ത് പെട്ടിട്ടുണ്ട്. പക്ഷേ ദൈവിക അനുവാദത്തോട് പോയിടങ്ങളെല്ലാം എൻ്റെ കുടുക്കുകളെ അഴിച്ച് ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി വചനത്തെ അടിസ്ഥാനമാക്കി ഞാൻ പറയാം, ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി കാഴ്ചവടുകൾ വെക്കുന്നതിന് മുമ്പ്, ദൈവമേ ഞാൻ ഇന്ന ഇടത്തേക്ക് പോകുന്നത് അങ്ങയുടെ ഹിതമാണോ, അങ്ങയുടെ ഇഷ്ടപ്രകാരമാണോ ഞാൻ കാലുവെക്കുന്നത് എന്ന് ദൈവത്തോട് അനുവാദം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അവർ ചെന്ന് പ്രവാചകനോട് ചോദിക്കാൻ, ഞങ്ങൾ പോയിക്കോട്ടെ, ഞങ്ങൾ പോകട്ടെ. അപ്പൊ പ്രവാചകൻ അവർക്ക് എന്ത് ചെയ്തു? അനുവാദം കൊടുത്തു. നിങ്ങൾ പോകാനുള്ള അനുവാദം പ്രവാചകൻ കൊടുത്തു. പക്ഷേ പ്രവാചകൻ അനുവാദം കൊടുക്കുമ്പോൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാവർക്കും തോന്നാത്ത ഒരു തോന്നൽ ഒരുവന്റെ അകത്ത് കയറി. എൻ്റെ കുഞ്ഞുങ്ങൾ കളിക്കാൻ പോകാൻ എന്നോട് വന്ന് അനുവാദം ചോദിക്കാറുണ്ട്. ഇന്ന് വരെ അനുവാദം കൊടുത്തിട്ടുള്ള സമയങ്ങളിലെല്ലാം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവർ കളിസ്ഥലത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. പോകാൻ പറഞ്ഞിട്ടുള്ള സമയങ്ങളിലെല്ലാം കണ്ണ് തുറന്ന് നോക്കിയാൽ പിന്നെ അവരെ എൻ്റെ അടുക്കൽ കണ്ടിട്ടില്ല, അവർ കളിസ്ഥലത്താണ് കണ്ടിട്ടുള്ളത്. കാരണം അനുവാദം അവർക്ക് കിട്ടി, അനുവാദത്തോടെ പോയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല, പപ്പ ഞാൻ കളിക്കാൻ പോകുന്നിടത്ത് പപ്പയും കൂടെ വരണമെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ദൂത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? ഹല്ലേലൂയ. പ്രവാചകന്റെ അടുക്കലേക്ക് ശിഷ്യന്മാർ വന്ന് പറയുകയാണ്, ഞങ്ങൾ പോകുകയാണ്, ഞങ്ങൾ യോർദാനോളം പോകാൻ അനുവാദം തരണം, ഓരോ മരം കൊണ്ടുവരട്ടെ. അനുവാദം കൊടുത്തു. പക്ഷെ എല്ലാവർക്കും തോന്നാത്ത ചിന്ത ഒരുവന്റെ അകത്ത് കയറി.
രക്തം ജയം, രക്തം ജയം. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്ന ദൈവമക്കൾ അതരന്തോളം സ്വോത്രം പറയണം. നിന്റെ കുടുംബത്തിനകത്ത് എല്ലാവർക്കും തോന്നാത്ത തോന്നൽ നിന്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നിന്റെ അകത്ത് ദൈവം ഒരു ചിന്ത തന്നിട്ടുണ്ട്, ഇന്ന് രാത്രി അതിന് വിധേയപ്പെടാൻ തയ്യാറായാൽ അസാധാരണ മഹത്വത്തിന് വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഒരുത്തൻ പറയുക, ദയവ് ചെയ്ത് നീ എന്ത് ചെയ്യണം, ഞങ്ങളുടെ കൂടെ വരണം. അവന്റെ ചിന്താഗതി വ്യത്യസ്തമാണ്. നിങ്ങൾ ആ വാക്യം, മൂന്നാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവരിൽ ഒരുത്തൻ ദയ ചെയ്ത് അടിയങ്ങളോടുകൂടെ ദയവ് ചെയ്ത് അടിയങ്ങളോടുകൂടെ. മനസ്സിലാക്കണം, പദം മനസ്സിലാക്കണം. എല്ലാവർക്കും തോന്നാത്ത ചിന്ത അവന്റെ അകത്ത് കിട്ടി. പക്ഷെ അവൻ കാര്യം അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. അവന്റെ അകത്ത് തോന്നിയ തോന്നൽ അവന് മാത്രമല്ല അവൻ അപ്ലൈ ചെയ്തത്, അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി അവൻ അപ്ലൈ ചെയ്തു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എനിക്കെന്നുള്ള ചിന്തയിൽ നിന്ന് മാറി ഞങ്ങളെന്ന ചിന്തയിലേക്ക് കയറാൻ ദൈവസഭ തയ്യാറാകുമെങ്കിൽ അസാധാരണ മഹത്വത്തിന് വേണ്ടി ദൈവസഭയെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിവേചിച്ച് പറയുകയാണ്. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? നമ്മളെന്ന ചിന്തയിലേക്ക് പെന്തക്കോസ്തിന്റെ അനുഭവം തന്നെ ഐക്യതയുടെ അനുഭവമാണ്. എവിടെ പെന്തക്കോസ്തിന്റെ അനുഭവം വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഐക്യത വെളിപ്പെട്ടിട്ടുണ്ട്. ഐക്യത എവിടെയൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ കോട്ടകൾ ഇടിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി തിരുവനന്തപുരത്തെ അടക്കി വാഴുന്ന പൈശാചിക മണ്ഡലങ്ങൾക്കെതിരെ പോരാടാൻ സഭ ഐക്യതയോടെ എഴുന്നേൽക്കുമെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധർ പ്രവചിക്കുന്നു, ആരും കാണാത്ത അത്ഭുതങ്ങളെ നിങ്ങൾ കാണാൻ പോകുകയാണ്. ആരും അനുഭവിക്കാത്ത അത്ഭുതങ്ങളെ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇവരുടെ പദം, അവന്റെ പദം ചിന്തിക്കണം. അവൻ പറയുകയാണ്, ദയവ് ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണം. ഇതിനകത്ത് വരുന്നതിൽ താല്പര്യമില്ലാത്ത പലരും കാണും. പ്രവാചകൻ കൂടെ വരുന്നതിൽ താല്പര്യമില്ലാത്ത എത്ര പേര് കാണും? എല്ലാവർക്കും ഒന്നും അനുകൂലമല്ലെന്നേ. നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവരും അനുകൂലമല്ല. എല്ലാവരും അനുകൂലമായിരുന്നെങ്കിൽ നമ്മൾ എന്തായിരുന്നു? പക്ഷെ ഇവൻ ഈ പദം പ്രവാചകനോട് പറയുമ്പം, ചിലരൊക്കെ അവിടെ അങ്ങനൊന്നും എഴുതിയിട്ടില്ല, നിങ്ങൾ എന്നോട് ചോദിക്കൽ ഇനി ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് എന്നോടൊന്ന് ചോദിക്കരുത്. എൻ്റെ ചിന്തയാണ്, ഇവൻ ഇത് പറയുമ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടാകും, ഇപ്പൊ പുള്ളിയെ കൂട്ടിക്കൊണ്ട് പോണോ? മനസ്സിലായോ? പക്ഷെ എല്ലാവർക്കും തോന്നാത്ത ചിന്ത ഒരുവന്റെ അകത്ത് കയറി. അവൻ പറയുകയാണ്, അടിയങ്ങളോട് കൂടെ പോരണം. എല്ലാവരും പറയാത്ത ചിന്ത അവൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയുകയാണ്, പോരാ. പോരാ, പോരാ. അനുമതി കിട്ടിയെന്ന് പറഞ്ഞ് ഓടരുത് ദൈവമക്കളെ. അനുമതി കിട്ടുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തെ കൂട്ടുനിർത്തി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ, എവിടെ ദൈവം നമ്മളെ അയച്ചാലും, എവിടെ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ നമ്മൾ പോയാലും, ഏത് ഭാഗത്ത് നമ്മൾ എത്തപ്പെട്ടാലും ദൈവത്തെ കൂട്ടുനിർത്തി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ അസാധാരണമാകുന്ന വിടുതലുകൾ എന്റെയും നിങ്ങളെയും ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവൻ പറയുക, ദയവ് ചെയ്ത് അടിയങ്ങളോട് കൂടെ പോരണം. അവൻ അപേക്ഷിക്കുക. എല്ലാവർക്കും വേണ്ടി അവൻ അപേക്ഷിച്ചു. അപേക്ഷിച്ചതിന് അവൻ പറയാം, പോരാമെന്ന് അവൻ പറഞ്ഞു. വായിച്ചോ. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി അവർ യോർദാൻകലത്തിൽ മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു.
ഇപ്പൊ എല്ലാവർക്കും ഇല്ലാത്ത ചിന്ത ഒരുവന്റെ അകത്ത് കയറി. അവൻ മുഖാന്തരം പ്രവാചകൻ യോർദാനിലെത്തി. അപ്പൊ യോർദാനിലേക്ക് പോയതിന്റെ കാരണം ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവരാനാ പോയെ. പക്ഷേ ഇവിടെ നമ്മൾ വായിച്ച ചിന്തയിലേക്ക് വരുമ്പോൾ യോർദാനിൽ ചെന്ന് മരം മുറിക്കാൻ തുടങ്ങി. എല്ലാവരും ആവേശത്തോടെ മുറിക്കുകയാണ്. എല്ലാവരുടെയും ആഗ്രഹം തിരിച്ചു വരുമ്പം ഓരോ മരം തോളിൽ ചുമ്മിക്കൊണ്ട് വിശാലതയ്ക്ക് വേണ്ടി കൊണ്ടുവരണം, രക്തം ജയം. ഈ ചിന്തയോടെയാണ് എല്ലാവരും മരം മുറിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യന് ആയുധം സ്വന്തമായിട്ടില്ലാത്ത കൊണ്ട് ഈ മനുഷ്യന് ആയുധം കടം വാങ്ങിക്കൊണ്ടാണ് പോയത്. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് സുപരിചിതമായ വേദഭാവമാണ്, പക്ഷെ ചിന്തകളാണ് വ്യത്യസ്തമായി പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത്. ഈ മനുഷ്യൻ ആയുധം എന്ന് പറഞ്ഞാൽ കോടാലി കടം വാങ്ങിക്കൊണ്ട് പോയതാ. എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, ഇവൻ കടം വാങ്ങിക്കൊണ്ട് പോയതായതുകൊണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ കടവും മടക്കി കൊടുക്കണം, പലിശയും കൊടുക്കണം. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഇവന്റെ ചിന്ത 1 മണിക്കൂർ മുമ്പ് തീർന്നാൽ അത്രയും വേഗത്തിൽ ഈ കോടാലി കൊണ്ട് മടക്കി കൊടുക്കാമല്ലോ. അപ്പൊ ഇവന്റെ ആവേശം ഇച്ചിരി കൂടി. എൻ്റെ ചിന്തയാണ്, ഇവൻ ആവേശത്തിൽ വെട്ടുകയാണ്. എല്ലാവരും വെട്ടുന്നതിനേക്കാൾ അധികം ഇവൻ പരിശ്രമിക്കുകയാണ്. എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ അധികം ഇവൻ പരിശ്രമിച്ച് ഈ മരം എങ്ങനെയെങ്കിലും മുറിച്ച് താഴെ ഇടാനുള്ള വെട്ടായി ഇവൻ വെട്ടുന്നത്. പക്ഷേ ഇവന്റെ വെട്ട് വർദ്ധിക്കുമ്പോൾ ഇവന്റെ മനസ്സിന്റെ വേദനയും തിരിച്ചു കൊടുക്കണ്ടേ. ഇവന്റെ നോട്ടത്തിനകത്ത് എല്ലാവരും സ്വന്തം ആയുധം കൊണ്ട് മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ കടം വാങ്ങിയ കോടാലി കൊണ്ട് മരം വെട്ടുകയാ. രക്തത്താൽ ജയം. എല്ലാവർക്കും സ്വന്തമായത് ഉണ്ടെന്ന് ചിന്തിച്ച് നിനക്കൊന്നും സ്വന്തമായി ഇല്ലെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, സ്വന്തമായ ചില കൈമാറ്റങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ നയിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കളെ ആദരം തോന്നുന്നു സ്തോത്രം ചെയ്തു. നിനക്ക് സ്വന്തമായി ഒന്നുമില്ലെന്ന് നീ ധരിക്കുന്നുണ്ടോ? നിന്റെ സ്വന്തമായി ഒന്നുമില്ലെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൈമാറുന്ന ദൂതിതാണ്. ചിലർക്ക് വേണ്ടി അവകാശത്തെ സ്വന്തമായി നൽകാൻ ഈ തിരുവനന്തപുരത്തിന്റെ പട്ടണത്തിനകത്ത് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. നിനക്ക് സ്വന്തമായ അവകാശത്തെ കൈമാറ്റം ചെയ്യാൻ ദൈവം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ മനുഷ്യൻ കടം വാങ്ങിയ കോടാലിയാണ്. കടം വാങ്ങിയ കോടാലി അപ്രതീക്ഷിതമായി എന്തു സംഭവിച്ചു? യോർദാനിൽ പോയി. ഹല്ലേലൂയ. യോർദാനിൽ പോയി. ഇവൻ ആ സമയം വരെ ആരോടും പറഞ്ഞില്ല കടം വാങ്ങിയത്. ദൂത് മനസ്സിലാവുന്നുണ്ടോ? എന്റെ ഇവൻ ആരോടും അതുവരെ പറഞ്ഞില്ല കടം വാങ്ങിയതാണ്. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് ഈ വചനം സംസാരിക്കുമ്പോൾ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നു. ശബന ഹദര ജഗന സന്തല ദിയാന അടകമന ഭൗതികതല ഘടകസിയ. ദൈവാത്മാവ് വളരെ വ്യക്തമായി വിവേചിച്ച് പറയുന്നു, നിന്റെ കൂടാരത്തിനകത്ത് നീ അനുഭവിക്കുന്ന വേദന ആരോടും പറയാതെ നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിനകത്ത് നീ അനുഭവിക്കുന്ന വേദന. നിന്നെ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, നിന്നെ കാണുമ്പോൾ വലിയ വേദനയൊന്നുമില്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഉള്ളം അറിയുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇറങ്ങി വന്ന് ചില അത്ഭുതങ്ങളെ ആത്മാവ് ചെയ്യാൻ പോയാ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, കൂടാരത്തിനകത്ത് അസാധാരണമായ ദൈവമഹത്വം ദൈവാത്മാവ് ചെയ്യാൻ പോയോ. ചൂടാലാമന ശബ്ദരാദിയാന അടകൾ ഖമനഘടകസിയ അതജാലഘടക ശബ്ദപ്രവനഘടകസിയ. ദൈവാത്മാവ് പ്രവചിച്ചു ദൂത് പറയുന്നു, അവസ്ഥകൾ ആരും അറിയുന്നില്ലെങ്കിലും നിന്റെ ഹൃദയത്തിലെ വേദനകളെ കാണുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങിയത് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ചില കാര്യങ്ങളുടെ അവകാശത്തിലേക്ക് നീ കാല് വെക്കാൻ പോവുകയാണ്. ചില കാര്യങ്ങളുടെ അവകാശത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കാല് വെക്കാൻ കൊണ്ടുപോവുകയാണ്. അതിനൊപ്പം ആത്മാവിൽ പ്രതികരിച്ചോ. അസാധാരണ മഹത്വം നിന്റെ കൂടാരത്തിനകത്ത് ദൈവാത്മാവ് ചെയ്യുക. ദൈവമക്കൾ അല്പനിമിഷം അതരങ്ങളെ തുറന്ന് അന്യഭാഷയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അതരങ്ങളെ തുറന്ന് അന്യഭാഷ അടയാളം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രിയുടെ മൗനമായിരിക്കരുത്. ദൈവത്തിന് പ്രാപിക്കാൻ തയ്യാറാകുമെങ്കിൽ ഒരു അസാധാരണ വിടുതലിന് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. ഇവന്റെ അവസ്ഥ മാറിയപ്പോ എന്ന് പറഞ്ഞാൽ ഇവന്റെ സാഹചര്യം തിരിഞ്ഞപ്പോ ഇവന്റെ അവസ്ഥ പറയേണ്ടി വന്നു. ഓ,
ഇവന്റെ സാഹചര്യം തിരിഞ്ഞപ്പോ അവസ്ഥ പറയേണ്ടി വന്നു. എനിക്കറിയില്ല ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു ദൈവമക്കളെ. ഈ വചനം ദൈവം എന്നോട് പറയാൻ പറഞ്ഞില്ല. അതിന്റെ പിന്നിൽ എന്തോ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ആ അവസ്ഥ മനസ്സിലാക്കി നിന്റെ സാഹചര്യം മാറുമ്പോൾ അവസ്ഥ നീ ആരോടൊക്കെയോ പറയേണ്ടി വരികയാണ്. അതിനെ തുറക്ക് ദൈവമക്കളെ. ഇന്ന് രാത്രി നിന്റെ അവസ്ഥ അറിയുന്ന ഒരുവൻ ഈ ആലയത്തിനകത്ത് ഉലാവി ഇറങ്ങി നിൽക്കുകയോ ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അല്പനിമിഷം ആത്മാവിൽ മറ്റൊരാളുടെ വിടുതലല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിടുതലാണ്. വിടുതൽ വ്യക്തിപരമാണ്. പരിശുദ്ധാത്മാവ് രാവിലെ ഓർപ്പിച്ചതുപോലെ വിടുതൽ വ്യക്തിപരമാണ്. ആ വിടുതലിന് വേണ്ടി കൊതിക്കുന്ന ദൈവമക്കൾ അല്പനിമിഷം ആത്മാവിൽ ഈ മനുഷ്യൻ പറയുക, കോടാലി പിടിക്കകത്തൊന്ന് പോയി. അവന്റെ കയ്യിൽ എന്റെ ചിന്തയിൽ പിടി മാത്രമേ ഉള്ളൂ. ആയുധം പോയി എന്ന് പറഞ്ഞാൽ അവന് നന്മ, അല്ലെങ്കിൽ അവൻ എല്ലാവരും കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടു. സാഹചര്യം നഷ്ടപ്പെട്ടപ്പോൾ അവൻ പറയുകയാണ്, അയ്യോ എന്നൊരു നിലവിളി. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ആത്മാവ് ശക്തമായി ചിലരോട് പ്രവചിക്കുന്നു. സാഹചര്യത്തിന്റെ മുമ്പിൽ അയ്യോ എന്നുള്ള നിലവിളി കേട്ടു നിനക്ക് വേണ്ടി ഉത്തരമരുളാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ആദരങ്ങളെ തുറന്ന് സ്തോത്രം ചെയ്യട്ടെ. അയ്യോ എന്നുള്ള വിളിയുടെ മുമ്പിൽ, എന്നെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് അടുത്തു ചെന്നവനെ മനസ്സിലാക്കി അവന് വേണ്ടി പ്രാർത്ഥിക്കാം. പറയുക, അയ്യോ യജമാനനെ, ഈ കോടാലി കടം വാങ്ങിയ കോടാലിയായിരുന്നു. കൂടെയുള്ളവർക്ക് ആർക്കും ഒരു കരുണ അവനോട് തോന്നിയില്ലല്ലോ. ആർക്കും അവനോടൊരു മനസ്സിലും തോന്നിയില്ലല്ലോ. എങ്കിൽ ഞങ്ങളുടെ ആയുധം തരാമെന്ന് ആരും അവനോട് പറഞ്ഞില്ല. പക്ഷേ അവന് മനസ്സിലായി, മടക്കി കൊടുക്കണമെങ്കിൽ ഇനി എന്നെ കൊണ്ട് സാഹചര്യമില്ല. മടക്കി കൊടുക്കണമെങ്കിൽ എന്നെ കൊണ്ട് സാഹചര്യമില്ല. എന്റെ കഴിവ് കൊണ്ട് എനിക്ക് മടക്കി കൊടുക്കാൻ കഴിയില്ല. എന്റെ അവസ്ഥകളെല്ലാം വ്യത്യസ്തമായി നിൽക്കുകയാണ്. ഇതിനകത്ത് കടം വാങ്ങി, ആത്മാവ് പ്രവചിക്കുന്നു, ഈ മനുഷ്യൻ കടം വാങ്ങി, ആ കടം വാങ്ങിയതും നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അവന്റെ അവസ്ഥ മുഴുവൻ വല്ലാത്ത ഒരു നിലയിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. പറയുക, യജമാനനെ, അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ പറയുക, കഷ്ടം യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അവന്റെ നിലവിളിയുടെ മുമ്പിൽ പ്രവാചകൻ ഇടപെട്ടു. രക്തത്താൽ ജയം. എന്റെ ചിന്തയിലേക്ക് വന്ന കാര്യം, ഈ മനുഷ്യനാണോ പ്രവാചകനെ വിളിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ആർക്കും തോന്നാത്ത ഒരു തോന്നൽ ഒരുവന്റെ അകത്ത് തോന്നിയത് കൊണ്ട്, രക്തം ജയം, ആർക്കും തോന്നാത്ത തോന്നൽ ഒരുവന്റെ അകത്ത് തോന്നിയത് കൊണ്ട്, ഒരുവന്റെ നഷ്ടത്തിനകത്ത് കയറി ഇടപെടാൻ പ്രവാചകൻ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി വിശ്വസിച്ചോ ദൈവമക്കളെ? ആർക്കും തോന്നാത്ത തോന്നൽ നിന്റെ ഹൃദയത്തിനകത്ത് തോന്നിയിട്ടുണ്ടോ? ദൈവസഭയിലുള്ള ചിലർക്ക് തോന്നിയിട്ടുണ്ടോ? ആത്മാ പറയുന്നു, മറ്റൊരാൾക്ക് വേണ്ടി ഇടപെടാൻ, മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവാത്മാവ് ഇറങ്ങി നിൽക്കുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് അല്പനിമിഷം ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അല്പനിമിഷം ആദരം.
അയ്യോ യജമാനനെ, വായ്പ വാങ്ങിയ കോടാലി. പ്രവാചകന്റെ അടുക്കൽ ഈ പദം പറയുമ്പം അടുത്ത ചോദ്യം, ഇതെവിടാ വീണേ? ഇവൻ ആവേശത്തോടെ വെട്ടുന്ന വെട്ടിനകത്ത് ഇതെവിടാ വീണെന്ന് ഇവൻ എങ്ങനെ അറിയാം? ഹല്ലേലൂയ. എൻ്റെ ചിന്തയാണേ, ഇവൻ ഈ ആവേശത്തോടെ വെട്ടുമ്പം വെട്ടിൻ്റെ ആ ആധിക്യം വർദ്ധിച്ചത് കൊണ്ട് ഇവൻ്റെ വീശിനകത്ത്, എന്ന് പറഞ്ഞാൽ വീശി വെട്ടുമ്പോഴാണല്ലോ വെട്ട് ആഴത്തിലേക്ക് കയറുന്നേ. ഇവൻ്റെ വീശിനകത്ത് ഈ കോടാലി ഊരി. അപ്പൊ കയ്യിലിരിക്കുന്ന പിടി മനസ്സിലാക്കിയിട്ട് കയ്യിൽ നിന്ന് പിടി പോയി. പിടി മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് വെയിറ്റ് പോയി. ഇവൻ നോക്കി, ഇവനൊന്ന് മുകളിലോട്ട് നോക്കാൻ, രക്തം ജയം, രക്തം ജയം. മനസ്സിലാകുന്നുണ്ടോ? ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ഏത് സാഹചര്യത്തിന്റെ മുമ്പിലും വീണ ഇടം മനസ്സിലാക്കി മുകളിലോട്ട് നോക്കാൻ തയ്യാറായാൽ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. സാഹചര്യത്തിന് മുമ്പിൽ മുകളിലോട്ട് നോക്കാൻ തയ്യാറായാൽ നിന്റെ സാധ്യതകളെല്ലാം അസ്തമിക്കുന്ന ഇടത്ത് ദൈവം നിന്നോട് പറയും, ഇന്നിടത്താ വീണതെന്ന് നിനക്ക് കാണിച്ചു കൊടുക്കത്തക്ക നിലയിൽ ദൈവം ചിലത് വെളിപ്പെടുത്തി തരും. രക്തം ജയം, രക്തം ജയം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലർക്ക് ചില വെളിപ്പാടുകളുടെ കൈമാറ്റം നടക്കാൻ പോകുകയാണ്. സാധ്യതകളെല്ലാം അസ്തമിക്കുന്ന ഇടത്ത്, എല്ലാം അവസാനിച്ചെന്ന് ചിന്തിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ വെളിപ്പാട് ചെയ്യണമേ, കൈമാറ്റം ചെയ്യാൻ പോകുകയോ. എവിടാ വീണതെന്ന് ചോദിക്കുന്ന സമയത്ത് അവന് കൂടുതലൊന്നും പ്രയത്നിക്കേണ്ടി വന്നില്ല. വീണ സ്ഥലം അവൻ കാണിച്ചു കൊടുത്തു. വായിച്ചോ, ഒന്ന് പെട്ടെന്ന് വായിച്ചേ. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു. അവൻ കൈ നീട്ടി അതെടുത്തു. കർത്താവ് എന്നോട് പറയുന്നു, നഷ്ടപ്പെട്ടത് ദൂരത്താണെങ്കിലും സാധ്യതയില്ലാത്ത യോർദാന്റെ അടിത്തട്ടിനകത്തേക്ക് മുങ്ങിപ്പോയ വിഷയങ്ങളെ, ഒരിക്കലും മാനുഷിക കരം കൊണ്ട് പൊക്കിയെടുക്കാൻ കഴിയാത്ത വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുന്നു. നിനക്ക് കരം എത്തിപ്പിടിക്കത്തക്ക നിലയിൽ, നിന്റെ കരം കൊണ്ട് നീ എടുക്കത്തക്ക നിലയിൽ ദൈവം ചില നന്മകളെ നിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അവരം തുറന്ന് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ എന്നോട് പ്രവചിക്കാൻ പറയുന്നു. നിന്റെ കരം കൊണ്ട് നീ എടുക്കത്തക്ക നിലയിൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവൈതലെ പരിശുദ്ധാത്മാവ് പ്രവചിച്ച് പറയാൻ പറയുന്നു. നിന്റെ കരം കൊണ്ട് നീ എടുക്കത്തക്ക നിലയിൽ, നിന്റെ കരം കൊണ്ട് നീ എടുക്കത്തക്ക നിലയിൽ ചില അനുഗ്രഹങ്ങളുടെ കൈമാറ്റങ്ങൾ ദൈവാത്മാവ് നൽകാൻ പോയോ. അല്പനിമിഷം അതിരം തുറന്ന് പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് ശക്തമായി പ്രവചിക്കുന്നു. നിന്റെ കരം കൊണ്ട് നീ എടുക്കാൻ പോയോ. മറ്റൊരാൾ എടുത്ത് നിന്റെ കൈ കൊണ്ട് തരികയല്ല. അതിന്റെ ക്രെഡിറ്റ് ദൈവം ആർക്കും കൊടുക്കാൻ ദൈവത്തിന് താല്പര്യമില്ല. അതിന്റെ ക്രെഡിറ്റ് മറ്റൊരാൾക്കും കൊടുക്കാൻ ദൈവത്തിന് താല്പര്യമില്ല. നിന്നെ സഹായിച്ചത് അവരാണ്, നിന്നെ മാനിച്ചത് ഇവരാണെന്ന് പറയാൻ ദൈവത്തിന് താല്പര്യമില്ല. കർത്താവ് നിന്റെ കരം നീട്ടി നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ നിന്റെ കരം കൊണ്ട് നീ എടുക്കാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ അവരെ തുറന്ന് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുന്നു. നഷ്ടപ്പെട്ട ചില അനുഗ്രഹങ്ങളെ ദൈവാത്മാവ് മടക്കി തരാൻ പോയോ. നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ മനുഷ്യന് കഴിയത്തില്ല ദൈവമക്കളെ. നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ മനുഷ്യന് കഴിയത്തില്ല, പക്ഷേ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് നഷ്ടപ്പെട്ട ചില അനുഗ്രഹങ്ങളെ ദൈവം ചിലർക്ക് വേണ്ടി മടക്കി തരാൻ പോകുകയോ. ഹല്ലേലൂയ,
അവനോട് പറയും, നിന്റെ കരം നീട്ടി നീ എടുക്കണം. അത്രമാത്രം അടുക്കലേക്ക് കൊണ്ട് കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒറ്റ വാക്കൂടെ പറഞ്ഞാൽ അവിടെ വിടുകയാണ്. ഒറ്റ വാക്കൂടെ, പ്രാർത്ഥനയാകുന്ന കോലിനെ നഷ്ടപ്പെട്ടു പോയ മേഖലകളിലേക്ക് നീ വെട്ടിയെറിയാൻ തയ്യാറായാൽ പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കുന്തോറും പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ചിലത് ദൈവം നിന്റെ കരം കൊണ്ട് എത്തിപ്പിടിക്കത്തക്ക നിലയിൽ ദൈവാത്മാവ് കൈമാറുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ചില നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുന്ന ദൈവം, നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച് നീ ഭാരപ്പെട്ട് വേദനപ്പെട്ട് സങ്കടം പറഞ്ഞിരിക്കുന്നു. അല്ല, പരിശുദ്ധാത്മാവ് നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ശക്തി, നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി ഈ ആലയത്തിനകത്ത് ഇറങ്ങി നിൽക്കുകയോ. ഞാൻ ആ ഭാഗം വിടുകയാണ്. 2 വാക്യങ്ങൾ, രാവിലെ വായിച്ച വാക്യങ്ങളോട് നീതി പുലർത്താൻ കഴിയാത്തത് കൊണ്ട് വേഗത്തിൽ അടുത്ത ഒരു ചിന്തയിലേക്ക് വന്ന് വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടും. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്ന് ആ ഭാഗം കൂടെ പറഞ്ഞ് ആ ചിന്തകൾ അവസാനിപ്പിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഒന്നേ ഉള്ളൂ, യേശുവിൻ്റെ സാന്നിധ്യമുള്ള വീട് അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. യേശുവിൻ്റെ സാന്നിധ്യം പ്രശ്നങ്ങളിൽ മാത്രം വെളിപ്പെടുന്നതല്ല. നമ്മൾ ഏത് സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നടന്നാൽ നമ്മുടെ വിഷയങ്ങൾക്കകത്ത് നമ്മൾ അറിയാതെ അവൻ ഇടപെടും. ഹല്ലേലൂയ. നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ നമ്മുടെ വിഷയത്തിന് പരിഹാരം വരുത്തി അവൻ നമുക്ക് വേണ്ടി അവിടെ നിൽക്കും. ഹല്ലേലൂയ. വേഗത്തിൽ രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 2-ാമത്തെ വാക്യോടെ പെട്ടെന്നൊന്ന് വായിച്ച്. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു. കാനാവിലെ വീട് നമുക്ക് സുപരിചിതമാണ്. വേഗത്തിൽ 1-2 വാക്കുകൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം വിടുകയാണ്. കാനാവിലെ വീട് നമുക്ക് സുപരിചിതമായ വീടാണ്. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് വിളിച്ചു എന്ന് പറഞ്ഞാൽ, യേശു അന്ന് വരെ അത്ഭുതം ചെയ്ത മനുഷ്യനല്ല, അന്ന് വരെ യേശു അത്ഭുതം ചെയ്തിട്ടില്ല. പക്ഷെ കാനാവിലെ വീട്ടിലേക്ക് യേശുവിനെയും ശിഷ്യന്മാരെയും വിളിക്കുകയാണ്. കാനാവിലെ വീട്ടിൽ യേശു ഉണ്ട്. അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല യേശു വന്നത്, പക്ഷേ സാഹചര്യത്തിനകത്ത് കർത്താവ് ഇടപെടേണ്ടി വന്നു. അതാണ് വിഷയം. സാഹചര്യത്തിനകത്ത് കർത്താവ് ഇടപെടേണ്ടി വന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, കാനാവിലെ വീട്ടിൽ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അവിടെ വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശുവിന്റെ അമ്മ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്ന വാക്കിതാണ്, അവർക്ക് വീഞ്ഞില്ല. നിങ്ങളത് ദൂത് മനസ്സിലാകുന്നുണ്ടല്ലോ. യേശുവിൻ്റെ അമ്മ ചെന്ന് പറയുന്ന പദം ഇതാണ്, അവർക്ക് വീഞ്ഞില്ല. യേശുവിൻ്റെ അമ്മയ്ക്കും പോരായ്മയ്ക്ക് പരിഹാരം കൊടുക്കാനുള്ള കഴിവൊന്നുമില്ല. യേശുവിൻ്റെ അമ്മയ്ക്കും പോരായ്മയെ പരിഹരിക്കത്തക്ക കഴിവൊന്നുമില്ല. പോരായ്മയെ പരിഹരിക്കുന്ന ഒരുവൻ അവിടെ ഉണ്ടെന്നുള്ള ബോധ്യം മാത്രമേ യേശുവിൻ്റെ അമ്മയ്ക്കുള്ളൂ. രക്തം ജയം. നമ്മളുടെ ജീവിതത്തിനകത്ത് പരിഹാരം വരുത്തുമെന്ന് ചിന്തിക്കുന്നവരെ കൊണ്ടൊന്നും പരിഹാരം വരുത്താൻ പറ്റില്ല. പക്ഷെ നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവത്തിന് ഏത് സാഹചര്യങ്ങൾക്കകത്തും നമുക്ക് വേണ്ടി പരിഹാരം വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പലപ്പോഴും നമ്മുടെ ആശ്രയം മാറുന്നത് കൊണ്ടാണ് ദൈവത്തിന് പലതും ചെയ്യാൻ പറ്റാതെ പോണേ. ഹല്ലേലൂയ. വായിക്കുന്നേ, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞ് പോരാകയാൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഈ യേശുവിന്റെ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി യേശു അത്ഭുതം ചെയ്യുമെന്ന്? അവിടെയുള്ള ആർക്കും ആ തിരിച്ചറിവില്ലല്ലോ. യേശുവിൻ്റെ അമ്മയ്ക്ക് മാത്രമാണല്ലോ ഈ തിരിച്ചറിവുണ്ടായി. യേശുവിന് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുമെന്ന് ഈ തിരിച്ചറിവ് എങ്ങനെ അവൾക്ക് കിട്ടി? ഈ യേശു കർത്താവ് ജനിച്ചത് ഈ അമ്മയുടെ ഉദരത്തിനകത്തല്ലേ? മനസ്സിലായോ? അതിൻ്റെ യാഥാർത്ഥ്യ അനുഭവം യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. ഇവൻ എങ്ങനെ എൻ്റെ ഉദരത്തിനകത്തുരുവായി എന്നുള്ള അനുഭവം യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ട ക്രിസ്തു, രക്തത്താൽ ജയം, പരിശുദ്ധാത്മാവിനാൽ ആ മാതാവിൻ്റെ ഉദരത്തിനകത്ത് ജനിക്കപ്പെട്ട യേശുവിനെ കുറിച്ചുള്ള അറിവുകൾ മുഴുവൻ അവൾക്ക് മാത്രമേ ഉള്ളൂ. അവളാണ് ദൈവശബ്ദം കേട്ടെ. ഹല്ലേലൂയ. അവളുടെ ഉദരത്തിനകത്ത് ജനിക്കപ്പെട്ട സന്തതി അത്ഭുതത്തിന്റെ തലമുറയാണെന്നുള്ള ബോധ്യം അവളുടെ അകത്തുണ്ട്. എങ്കിൽ ഇന്ന് രാത്രി കേട്ടോ, പരിശുദ്ധാത്മാവ് അകത്ത് ജനിച്ചാൽ നിനക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകും.
രക്തത്താൽ ജയം. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ജനിച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണ തിരിച്ചറിവുണ്ടാകും. നമ്മൾ മറ്റൊരിടത്തേക്കും ആശ്രയം തേടി പോകത്തില്ല. നമ്മളെ ആരും സഹായിക്കും എന്നുള്ള ചിന്ത നമ്മുടെ അകത്ത് വരത്തില്ല. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ജനിക്കപ്പെട്ടാൽ, നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ജനിക്കപ്പെട്ടാൽ, പരിശുദ്ധാത്മാവിന്റെ സ്നാനം നമ്മൾ സംഭവിച്ചാൽ, ആ തിരിച്ചറിവ്, എന്നെ സഹായിക്കാനുള്ള കാര്യസ്ഥൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അകത്ത് കിട്ടിയാൽ അസാധാരണ കാര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പറയുക, വീഞ്ഞില്ല, എന്റെ നാഴിക വന്നിട്ടില്ല. നാഴിക വന്നിട്ടില്ലെന്ന് പറഞ്ഞ യേശു കർത്താവ്, യേശുവിൻ്റെ അമ്മ അടുത്ത പദം മനസ്സിലാക്കണം. യേശു കർത്താവ് അമ്മയോട് പറയുന്നു നാഴിക വന്നിട്ടില്ല. പക്ഷെ അമ്മ അങ്ങോട്ട് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യണം. നാഴിക വന്നിട്ടില്ലെന്നല്ലേ കർത്താവ് പറഞ്ഞേ? പക്ഷെ യേശുവിൻ്റെ അമ്മ ശിഷ്യന്മാരോട് പറയും, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. സാഹചര്യമൊക്കെ പ്രതികൂലമാണ്, സാഹചര്യമൊക്കെ അനുകൂലമല്ലാതെ നിൽക്കുക. കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പം അനുകൂലമായ ഒരു മറുപടി അല്ല നമുക്ക് ലഭിക്കുന്നതെങ്കിലും, ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുന്നു, അനുകൂലമല്ലാത്ത മറുപടികളുടെ മുമ്പിലാണ് നമ്മളെങ്കിലും അടുത്ത കൽപ്പന നമ്മുടെ മേൽ വരുമെന്നുള്ള ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. ഹല്ലേലൂയ. അവൻ കൽപ്പിക്കും, അവൻ കൽപ്പിക്കും. ദൃഢനിശ്ചയത്തോടെ മാതാവ് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. അവന്റെ കൽപ്പന. അടുത്ത ഭാഗം, അടുത്ത ചിന്തകളിലേക്ക് വന്നേ, ഒന്ന് പെട്ടെന്ന് വായിച്ചാ. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപാത്രങ്ങൾ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അതെവിടെ നിന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറേ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരിയും പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. ഈ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. ആ ഭാഗം കൂടെ പറഞ്ഞ് എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശു കർത്താവിൻ്റെ അടുക്കൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. യേശുവിൻ്റെ അമ്മ പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. അടുത്ത ഈ വീടിൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഈ വീട് ഈ പോരായ്മയിൽ ഒരു നിന്ദയിലേക്ക് കയറാൻ പോവാം, ഒരപമാനത്തിലേക്ക് ഈ വീട് കയറാൻ പോവാം. ഈ പോരായ്മ അകത്ത്, കലവറയ്ക്കകത്ത് നടക്കുന്ന വിഷയം പുറത്തു വന്നാൽ ഈ വീട് എന്നേക്കും ഒരു അപമാനമായി മാറും. ഈ സാഹചര്യത്തിനകത്താണ് ആ വീട് നിൽക്കുന്നത്. പക്ഷേ ഈ വീട്ടിലുള്ളവർ പോലും ഈ സാഹചര്യം നന്നായിട്ട് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം. നമ്മുടെ വീടിനകത്ത് പലതും സംഭവിക്കുന്നതിന് മുമ്പ് ദൈവിക ഇടപെടൽ വെളിപ്പെടുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ മാന്യമായിട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ വീടിനകത്ത് നടന്നതൊക്കെ കർത്താവ് വെളിയിൽ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്കാർക്കും ഒന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്ന ദൈവമക്കളെ, നമ്മളെ മാന്യമായി നടത്തുന്ന ദൈവത്തിൻ്റെ കരം പലതും മറച്ചു പിടിച്ച്, ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് പലതും മറച്ച് നമ്മളെ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുണ്ടല്ലോ, അത് സാധാരണ സൂക്ഷിപ്പല്ല, അസാധാരണ സൂക്ഷിപ്പാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം, ആ ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം ഓർത്ത് അല്പനിമിഷം ആത്മാവി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പലയിടത്തും നമ്മൾ നിന്നയായി പോകേണ്ട ഇടത്ത്, പലയിടത്തും നമ്മൾ അപമാനമായി മാറേണ്ട ഇടത്ത്, പലർക്കും നമ്മൾ ദുഷിയായി മാറേണ്ട ഇടത്ത് ദൈവത്തിന്റെ ഇടപെടൽ പല സാഹചര്യത്തിനകത്തും വെളിപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു വീഞ്ഞില്ല. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട വിഷയം, യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 6 കൽപാത്രങ്ങൾ. ഈ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പാത്രം എത്രത്തോളം ശുദ്ധി ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അവിടെ വായിക്കുന്ന ഒരു പദമുണ്ട്. യേശു കർത്താവ് പറയാ, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കണം. അവിടെ ഈ എന്ന് പറയുന്ന ഒരു പദം കിടപ്പുണ്ട്. ഭയങ്കര അസാധാരണ പദമാണ്. ആ വാക്ക് നമ്മൾ ഇങ്ങനെ വായിച്ചു വിടുമെങ്കിലും ആ വാക്കിനൊരു അസാധാരണ മഹത്വമുണ്ട്. ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറയുമ്പോൾ ഈ പാത്രത്തിൽ കർത്താവ് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൽ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞപ്പോൾ ആ പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞാൽ പോരെ,
കർത്താവ് ഈ പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞെങ്കിൽ ആ പാത്രത്തെ നോക്കിയിട്ടുണ്ട്. രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ. കണ്ടോ, ആ ഇൻവെർട്ടർ കോമയിലൊക്കെ ഇട്ടാ കൊടുത്തേക്കുന്നത്. അല്ലെ, ഈ കൽപാത്രങ്ങളിൽ കർത്താവിന് തെറ്റത്തില്ല ദൈവമക്കളെ. പുറത്ത് ആർക്കും വേണ്ടാതെ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കർത്താവിൻ്റെ നോട്ടത്തിന് മുമ്പിൽ പകരപ്പെടാൻ പറ്റിയ പാത്രമാണെന്ന് കർത്താവിന് തോന്നി. കർത്താവിന് തോന്നിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നേ. അകത്ത് നല്ല പാത്രങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ പാത്രങ്ങളെയൊക്കെ ഒഴിവാക്കി പുറത്തിരുന്ന പാത്രങ്ങളെ കർത്താവ് നോക്കി അതിനകത്തേക്ക് പകർന്നെങ്കിൽ ഓർത്തോ, അകത്ത് മാന്യമായിട്ടിരുന്ന പല പാത്രങ്ങളും പുറത്തെ പാത്രങ്ങൾ അകത്തോട്ട് കയറുമ്പം അകത്തിരുന്ന പാത്രങ്ങൾ പലതും പുറന്തള്ളപ്പെടും. ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ, നല്ലതെന്നും മാന്യമെന്നും ശ്രേഷ്ഠമെന്നും തോന്നിയ പലതും ശ്രേഷ്ഠതയില്ലെന്നും കർത്താവിനാൽ ശ്രേഷ്ഠതയ്ക്കകത്ത് കയറിയ പലരും അകത്തോട്ട് കയറുമ്പോൾ മാന്യമെന്ന് ചിന്തിച്ച പലതും പുറന്തള്ളപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് ആത്മാവി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആത്മാവിൽ പ്രതികരിക്കാൻ കഴിവുള്ള ദൈവമക്കൾ ആത്മനിയോഗത്തോടെ സ്തോത്രം ചെയ്താട്ടെ. അപ്പം അകത്തിരുന്ന പാത്രങ്ങൾ പുറത്ത് വന്നു, പുറത്തെ പാത്രങ്ങൾ അകത്ത് കയറി. അടുത്ത ഒറ്റ ചിന്തയോടെ പറയാം, ഈ വിഷയം കലവറയിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് കലവറയ്ക്കകത്ത് വെച്ച് ഈ വിഷയം ദൈവം പരിഹരിച്ചു. രക്തം ജയം. കണ്ടോ, കലവറയിൽ നിന്ന് ആ വിഷയം പുറത്തു വന്നിരുന്നെങ്കിൽ വല്ലാത്ത ഒരു വിഷയത്തിലേക്ക് പോകും. പക്ഷേ കലവറയ്ക്ക് അകത്ത് ഈ വിഷയം നിൽക്കുമ്പോൾ തന്നെ പുറത്തു വച്ച് ദൈവം അതിന് പരിഹാരം വരുത്തിയിട്ട് അകത്തോട്ട് കാര്യങ്ങളെ തള്ളിക്കയറ്റി. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? പലതും കലവറ വിട്ട് പുറത്തു വന്നിരുന്നെങ്കിൽ, പലതും കലവറയ്ക്കകത്ത് പുറത്തു വന്നിരുന്നെങ്കിൽ നമ്മൾ അപമാനത്തിലേക്ക് പോകുമായിരുന്നു. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? അകത്തിട്ട് ദൈവം ചിലത് പരിഹരിച്ച് നമ്മളെ ഇങ്ങനെ നിർത്തിയിരിക്കുക, അകത്തിട്ട് മാന്യമാക്കി ദൈവം നിർത്തിയിരിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവി സ്തോത്രം ചെയ്തു. മാന്യമാക്കി മാറ്റിയ ദൈവത്തിന്റെ കരുതലോർത്ത് അല്പനിമിഷം ആദരങ്ങളെ തുറന്ന് അന്യഭാഷകൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആ മാന്യത അനുഭവിക്കുന്ന ദൈവമക്കൾ ആത്മാവി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഒറ്റ പദത്തോടെ പറഞ്ഞു നിർത്താം. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? ഈ വീട്ടിൽ ഇനി വീഞ്ഞിന്റെ പോരായ്മ വരുമെന്നോ വീഞ്ഞില്ലാതെ വരുമെന്നോ ആരെങ്കിലും അറിഞ്ഞോ? വീട്ടുകാരറിഞ്ഞോ? ഒന്നും അറിഞ്ഞില്ലല്ലോ. യേശുവിനെ കല്യാണത്തിന് വിളിച്ചതല്ലേ, പക്ഷെ വിളിച്ചവൻ കാര്യങ്ങൾ ഇടപെട്ടു. ഇപ്പൊ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ മനസ്സിലാക്കിയേ. യേശുവിൻ്റെ സാന്നിധ്യം അത്ഭുതങ്ങൾ ചെയ്യുന്ന സാന്നിധ്യമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീടൊരു മഹത്വമായി മാറും. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ വീടിനകത്തുണ്ടെങ്കിൽ നമ്മുടെ പോരായ്മകളെ പരിഹരിക്കും. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ വീടിനകത്തുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാണ്. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ വീടിനകത്തുണ്ടെങ്കിൽ, യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടാരത്തിനകത്തുണ്ടെങ്കിൽ, യേശുവിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഓരോരുത്തരും ഉണ്ടെങ്കിൽ അസാധാരണ കാര്യങ്ങൾ ദൈവം ചെയ്യും. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അതരം തുറന്ന് അല്പനിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ സാന്നിധ്യത്തെ കൊതിക്കുന്ന ദൈവമക്കൾ, യേശുവിൻ്റെ സാന്നിധ്യത്തെ കൊതിക്കുന്ന ദൈവമക്കൾ, സാധ്യതകളൊന്നുമില്ലെന്ന് നിനക്ക് തോന്നിയാലും, സാധ്യതകളൊന്നും നിന്റെ മുമ്പിലല്ലെന്ന് നിനക്ക് തോന്നിയാലും, യേശുവിൻ്റെ സാന്നിധ്യം സാധ്യതകൾക്കകത്ത് പ്രവർത്തിക്കുന്ന സാന്നിധ്യമല്ല. യേശുവിൻ്റെ സാന്നിധ്യം സാധ്യതകളില്ലെന്ന് പറയുന്ന ഇടത്ത് പ്രവർത്തിക്കുന്നതാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാം അതരങ്ങളെ തുറന്ന് അല്പനിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവാത്മാ പറയുന്നു, ചില തലമുറകൾക്ക് വേണ്ടി, ചില കൂടാരങ്ങൾക്ക് വേണ്ടി സാധ്യതകളില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തതിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. എല്ലാ ദൈവമക്കളും അതരം തുറന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. അതരം തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിവുള്ള എല്ലാ ദൈവമക്കളും അതരങ്ങളെ തുറന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞാൻ കൊതിക്കുന്നു, അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിവുള്ള എല്ലാ ദൈവമക്കളും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ്. ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദം വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ അവസ്ഥകൾക്ക് ചേഞ്ച് ഉണ്ടാകാൻ പോകുകയാണ്. സാന്നിധ്യം വെളിപ്പെട്ടാൽ മഹത്വം വെളിപ്പെടും. സാന്നിധ്യം വെളിപ്പെട്ടാൽ അസാധാരണ കാര്യങ്ങൾ ദൈവം ചെയ്യും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാം അതരങ്ങളെ തുറന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല നിമിഷത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തിരുവചനത്തെ പ്രസ്താവിക്കുവാൻ
അടിൻ്റെ അതരത്തെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ട ദൈവവചനത്തിന്റെ ശക്തി ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും അങ്ങയുടെ ദാസന്മാരുടെ മേലും ആ ശക്തി ഒരുപോലെ വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസന്മാർക്കായി കുടുംബത്തിനായി സ്തോത്രം വരെ അനുഗ്രഹിക്കുന്നു. ദൈവസഭയാ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. എല്ലാവരും ഒരു അനുഗ്രഹമാക്കി ദൈവം തീർക്കും. ഈ ദേശത്ത് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി തന്റെ കുഞ്ഞുങ്ങൾ നിലനിൽക്കാൻ ദൈവം ഇടയാക്കും. കർത്താവ് ഞങ്ങളെ ഒരുമിച്ച് അവിടെവിടങ്ങളിൽ അനുഗ്രഹിക്കും. മഹത്വം അങ്ങയ്ക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന ഇന്ന് പകലും രാത്രി ശുശ്രൂഷിപ്പാൻ എൻ്റെ അവസരത്തെ ഒരുക്കുന്നത് ദൈവദാസന്മാരോടും ദൈവസഭയോടുമുള്ള നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാം ധാരാളം അനുഗ്രഹിക്കട്ടെ. മാറാനാഥ കർത്താവ് സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ഇന്ന് പകലും രാത്രിയിലും അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ചെയ്ത ദൈവാത്മാവിൽ ശുശ്രൂഷകൾ ചെയ്ത കർത്താവിൻ്റെ ദാസൻ പ്രിൻസൻ ബേബിയോടുള്ള നന്ദി സഭയുടെ പേരിൽ ഇതിൽ അറിയിക്കുകയാണ്. നമ്മുടെ തലകളെ വണക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമ്മെ തന്നെ വീണ്ടും സമർപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം. പ്രവാചക ശിഷ്യന്മാര് സ്തോത്രം, അവരിൽ ഒരുവൻ കർത്താവിനെ, അവർ യോർദാനോളം പോയി മരം വെട്ടുന്ന വേളയിൽ ഒരുവന് ഹല്ലേലൂയ കർത്താവിനെ പ്രത്യേക അവരോട് കൂടെ ക്ഷണിപ്പാനിടയായി. അവരോട് കൂടെ കൂട്ടി അവരേകരായി പോകാതെ കർത്താവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ നഷ്ടവേളയിൽ ദൈവം അവർക്ക് അത്ഭുതങ്ങളെ ചെയ്തുവെന്ന് രാത്രിയിൽ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ. കാനാവിലെ കല്യാണത്തിനും ഹല്ലേലൂയ സ്തോത്രം യേശുവിനെയും ശിഷ്യന്മാരെയും പ്രത്യേകാൽ ക്ഷണിച്ചിരുന്നത് കൊണ്ട് അവർ അപമാനിതരാകേണ്ടുന്ന സ്ഥാനത്ത് ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിപ്പാൻ അവസരം കൊടുത്തു. ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട ആ വചനങ്ങൾക്കായി, ആലോചനകൾക്കായി, ദൈവശബ്ദങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ കൂട്ടേണ്ടുന്നവനെ കൂടെ കൂട്ടിയാൽ അതെന്നും നമുക്ക് അനുഗ്രഹമായിരിക്കും. നമ്മൾ ലജ്ജിതരാകേണ്ടുന്ന വേളയിൽ ഹല്ലേലൂയ, നമ്മൾ അപമാനിതരാകേണ്ടുന്ന വേളയിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച് നമ്മുടേതായ ഭാരമുള്ള വിഷയങ്ങൾ അവൻ മറച്ച് ദൈവം നമുക്ക് രക്ഷ തരുവാനിടയാകും. ഹല്ലേലൂയ ഹല്ലേലൂയ. നഷ്ടപ്പെട്ട കോടാലി ഹല്ലേലൂയ അവനെ കയ്യെത്താകുന്ന ദൂരത്തിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചുവെങ്കിൽ ആ പ്രവാചക ശിഷ്യനെ ദൈവം സഹായിച്ചതുപോലെ അതുപോലെ കല്യാണ വീട്ടിൽ ഹല്ലേലൂയ സ്തോത്ര കാനാവിലെ കല്യാണത്തിന് അവരുടേതായ വീഞ്ഞ് തീർന്നു പോയ അനുഭവത്തില് പോരായ്മകളെ നികത്തി ഹല്ലേലൂയ ആ കൽപാത്രങ്ങളിൽ വീഞ്ഞ് പകർന്ന് ഹല്ലേലൂയ വെള്ളം പകർന്ന് അതിനെ വീഞ്ഞാക്കി അവരുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തിയതുപോലെ ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ എത്ര പേർ സമർപ്പിക്കുക. ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ കർത്താവിനെ കൂടെ കൂട്ടും. ഞാൻ ഏകനായി പോവുകയില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ആലോചന എനിക്ക് വേണം, അവൻ്റെ സഹായം എനിക്ക് വേണം. ഹല്ലേലൂയ. യോശുവ മോശ പറഞ്ഞതുപോലെ നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുതേ എന്നുള്ള വചനം പോലെ ഇന്ന് രാത്രി എത്ര പേര് യേശുവിന്റെ കൂടെ വേണമെന്ന് പറയും. കേട്ട വചനത്തിന് മുൻപിൽ നമുക്ക് എല്ലാവർക്കും നമ്മയത്തിന് സമർപ്പിക്കാം. കർത്താവേ, അവിടുന്ന് എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ കഷ്ടവേളയിൽ എനിക്ക് സഹായമായി, എൻ്റെ പോരായ്മ വേളയിൽ എനിക്ക് ഹല്ലേലൂയ പരിഹാരമായി അവിടുന്ന് എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് ഇന്ന് രാത്രിയിൽ എല്ലാവരും ഒന്ന് തുറന്ന് പ്രാർത്ഥിച്ചാട്ട് ഹല്ലേലൂയ നമുക്ക് നമ്മയത്തിന് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ശുശ്രൂഷ കർത്താവിന്റെ ദാസനെ, തന്റെ കുടുംബത്തെ, തലമുറകളെ ദൈവം അനുഗ്രഹിപ്പാൻ, സഭയെ ഹല്ലേലൂയ ദൈവം അനുഗ്രഹിപ്പാൻ, അതിൽ കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് അനുഗ്രഹമാക്കി നിർത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉപവസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാളത്തെ സഭായോഗം ഹല്ലേലൂയ തിരുമേശ ശുശ്രൂഷ എല്ലാം അനുഗ്രഹമാകുവാൻ കർത്താവിന്റെ ദാസന്റെ കടന്നു വരുന്ന കർത്താവിന്റെ ദാസനെയും ദൈവകരങ്ങൾ എടുക്കുവാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോബൻ ജോസഫ് ആശ്രയ ഇപ്പോൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കടകളെ ദൈവസന്നിധിയിലടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി സ്തോത്രം.
ഞങ്ങളുടെ ദൈവങ്ങളെ സൂക്ഷിക്കണമേ, കൃപക്കുള്ളി പൊതിയണമേ, ജോലി കാര്യങ്ങൾ ദൈവം പരിപാലിക്കണമേ, രാജ്യത്ത് പരിപാലിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. 2 ദാനമായി നൽകി 2 കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. പൈതങ്ങളെയും ദൈവം വഹിക്കുകയും മറയ്ക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ദാസൻ ശുശ്രൂഷിക്കുന്ന കർത്താവേ, ദൈവസഭയ്ക്കായി സ്തോത്രം കർത്താവേ, ആ ശുശ്രൂഷകളെ ദൈവം ആദരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ദാസന്റെ യാത്രകൾ ദൈവം സൂക്ഷിക്കും, പിന്നെ മൂച്ചുകളെ ആയുധമാക്കി ദൈവം ഉപയോഗിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സന്നിധായിരിക്കേണ്ട ദാസന്മാരാകുന്ന അടിയങ്ങൾക്കായി നിർജ്ജനത്തിനായി സ്തോത്രം. ഞങ്ങളെ സമാധാനത്തോടെ പറഞ്ഞേക്കണമേ. അങ്ങയുടെ വരവ് താമസമെങ്കിൽ കർത്താവേ, നാളെ പ്രഭാതത്തിൽ വിശുദ്ധ സഭാരാധനയായി ഈ ആലയത്തിനകത്ത് കൂടി വന്നങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരേണ്ടതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ വിലപ്പെട്ട ദൂതുമായി അങ്ങയുടെ ഭക്തരെ ഞങ്ങളുടെ മധ്യ അയക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന, അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുന്ന അനുഗ്രഹീതമായ ശബ്ദങ്ങൾ ഞങ്ങളെ അടുത്ത ദിവസങ്ങളിൽ കേൾപ്പിച്ച് ഞങ്ങളെ ബലപ്പെടുത്താൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ഈ സമയം ഞങ്ങളെ സമാധാനത്തോടെ പറഞ്ഞേക്കും. പ്രാർത്ഥന കേട്ട് മറുപടി വെച്ചതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും, നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, ഉപസിക്കുന്ന എല്ലാ ദൈവമക്കളോടും, പകലും രാത്രി നമ്മുടെ മധ്യപതിന് ശുശ്രൂഷ കർത്താവിൻ ദാസനോടും കുടുംബത്തോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ 2ാമത്തെ വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ സഭായോഗം, സൺഡേ സ്കൂള് സഭായോഗം ഒക്കെ ഉണ്ടായിരിക്കും. തിരുമേശ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KJ ജോസഫ് നമ്മുടെ ഒരു ഡിസ്ട്രിക്ട് പാസ്റ്ററാണ്. നാളെ ശുശ്രൂഷയ്ക്ക് ഉണ്ടായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ.